ഹലോ നമസ്കാരം. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. പിന്നെ എനിക്കൊരു ഷോപ്പുണ്ട്, വെള്ളനാട് ഷീ ഷോപ്പ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഞാൻ 3-3.5 വർഷം കൊണ്ട് നടത്തി വരുന്ന ഒരു ഷോപ്പാണ്. അത്യാവശ്യം ലീഗലായിട്ട് തന്നെ ലൈസൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും, എല്ലാ ടാക്സും ഞാൻ ഗവൺമെൻറ് കൊടുത്ത് തന്നെയാണ് ഞാൻ ഇന്ന് വരെ ജീവിക്കുന്നത്. കാരണം വീട്ടിൻ്റെ കരം അടയ്ക്കാറുണ്ട്, വസ്തുവിൻ്റെ കരം അടയ്ക്കാറുണ്ട്, കടയിലെ ഷോപ്പിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ നിബന്ധനകളും പാലിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ കട മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്യാവശ്യം നല്ല ജോലിയൊക്കെ ഉള്ളൊരു കടയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്യാഷിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂകളല്ലാതെ വഴക്കോ അങ്ങനെയുള്ള ബഹളങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കടയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനൊരു സംഘടനയിലെ അംഗമാണ്, വ്യാപാര വ്യവസായില്. അതിൽ ഞാൻ പ്രവർത്തനത്തിനൊന്നും പോവാറില്ല. പക്ഷെ അവരുടെ കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ക്യാഷായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഈ പ്രാവശ്യം ഞാൻ കോവിലിൽ പിരിവിന് വന്നപ്പോൾ ഒരു 1000 രൂപയാണ് പിരിവിന് എഴുതിയത്. കാരണം കഴിഞ്ഞ വർഷം 500 രൂപയായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്താ 1000 രൂപ എഴുതിയത്? ഞാനില്ലായിരുന്നു, എൻ്റെ സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നു. 1000 രൂപ 500 രൂപയല്ലേ എഴുതാൻ കഴിഞ്ഞ പ്രാവശ്യം, എന്താ ഒറ്റയടിക്ക് ഇരട്ടിയാക്കിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാധനങ്ങളുടെ വിലയൊക്കെ കൂടുതലാണെന്നൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞത്, അവരിലുള്ള ആൾക്കാർ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഇങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, കാരണം നമ്മൾ കോവിലേക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ വേറെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഓരോ അവർക്ക് ഒരു ഒരാളുടെ പൈസ ഒരു സംഘടന, പക്ഷെ ഞങ്ങൾക്ക് ഉത്സവം വരുമ്പോൾ പല ക്ഷേത്രങ്ങളിൽ നിന്നും പിരിവും ഒത്തിരി ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത രീതിയിൽ പിരിവ് വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾ സ്ഥാപനങ്ങൾ കൊണ്ടുപോകുന്നത്. അത് വേറൊരു സത്യമാണ്. പലരോടും ചോദിച്ചാൽ അറിയാം, ഞങ്ങൾ പല സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ് ഇപ്പോൾ ഓടുന്നത്. കാരണം എനിക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും ഞാനിപ്പോൾ 1 മാസം കൊണ്ട് പണി ചെയ്യുന്നില്ല. എൻ്റെ കസ്റ്റമർക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. ഞാൻ 1 മാസത്തിൽ കൂടുതലായി നേരെ ജോലി ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ കട കുറച്ച് ഈ 1 മാസം കൊണ്ട് നഷ്ടത്തിലാണ് ഓടുന്നത്. കാരണം തയ്യലില്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. കറണ്ട് ചാർജ് നല്ലൊരു എമൗണ്ട് കറണ്ട് ചാർജ് ആവും. കാരണം മെഷീൻ എല്ലാം കറണ്ടാണ്. എൻ്റെ കടയിലെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, റെന്റ് കൊടുക്കണം, അതുപോലെ പിന്നെ എൻ്റെ എക്സ്പെൻസ് നോക്കണം, കടയ്ക്കകത്തുള്ള എക്സ്പെൻസ് നോക്കണം. അപ്പം എല്ലാം കൂടി നോക്കുമ്പോൾ 1 മാസം നമ്മൾ ജോലി ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടൈറ്റ് വരും. ഞാനിത് പറയാൻ കാര്യം, എൻ്റെ കടയിൽ ഞാൻ നിന്ന് കേരള കൗമുദി മലയാള മനോരമ പത്രത്തിലുണ്ടായിരുന്നു, മാതൃഭൂമി പത്രത്തിലുണ്ടായിരുന്നു. ഞാനത് ആ പത്രത്തിൽ വന്ന വാർത്ത ഞാൻ ഇതിനോടൊപ്പം ഞാൻ ഇടുന്നതായിരിക്കും. എൻ്റെ കടയിൽ ആരെന്നറിയില്ല, മനഃപൂർവ്വമാണോ അറിയാതെയാണോ എന്നും എനിക്കറിയില്ല. കാരണം റോഡ് വിട്ടിട്ടാണ് എൻ്റെ കട ഉള്ളത്. ഞാൻ റെന്റിനാണ് കട നടത്തുന്നത്. പക്ഷെ റോഡിൽ നിന്ന് ഒരുപാട് ഉള്ളിലേക്കാണ്. ഒരു കാരണവശാലും വാഹനം എൻ്റെ കടയുടെ നടയിൽ കൂടെ വരേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം എൻ്റെ റോഡ് കഴിഞ്ഞ് കുറച്ച് ദൂരം ഇങ്ങനെ ചെളി കയറ്റി കിടപ്പുണ്ട്. അതിനിപ്പുറത്ത് ചെളി കയറാതിരിക്കാൻ വേണ്ടി എൻ്റെ കടയിൽ കുറച്ച് ദൂരം, ആ കടയുടെ നടയിൽ ഞാൻ കുറച്ച് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ കടയിലോട്ട് ആ ചെളി വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഇട്ടതാണ്. ആ കോൺക്രീറ്റിൽ കൂടെയാണ് വാഹനം, 2 വീലറാണ് കയറി. ആ വാഹനം ഹൈമാസ് ലൈറ്റിന്റെ ബോക്സ് അടിച്ച് തകർത്ത്, അതായത് അത് അടിച്ച് തകർത്തിട്ട് എൻ്റെ കടയിലെ ഗ്രില്ല് വന്ന് അടിച്ചിട്ട്, ഗ്രില്ലിൽ വീഴുകയോ എന്തോ ചെയ്തിട്ടായിരിക്കണം. അത്രയും ഹെവി ആയിട്ട് വീഴാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഗ്രില്ല് ഉള്ളിലോട്ട് പോകത്തില്ല. ഗ്രില്ല് ഉള്ളിലോട്ട് പോയിട്ട് ഗ്ലാസ് മൊത്തം പൊട്ടിച്ചെതറി എൻ്റെ കട മുഴുക്കെ കിടക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. ഗ്ലാസ് മുഴുക്കെ പൊട്ടി ചെതറി. അപ്പൊ ഒരു ഗ്ലാസ് ആ വാതില് മാത്രമാണ് പൊട്ടിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ഗ്ലാസ് ഇടുന്ന ആളെ വിളിച്ച് കാണിച്ചപ്പോൾ പറഞ്ഞ് ഇത് മൊത്തത്തിൽ അഴിച്ച് പണിതാലേ പറ്റും, മറ്റ് 2 ഗ്ലാസ് നീങ്ങിയാണ് ഇരിക്കുന്നത്, പൊട്ടലില്ല എന്നേ ഉള്ളൂ, പക്ഷെ നീങ്ങിയിട്ടുണ്ട്. അപ്പൊ മൊത്തം അഴിച്ച് പണിയണം. അപ്പൊ എനിക്കൊരു 10-30,000 രൂപ. ആ ഗ്ലാസ് 30 കൊണ്ട് തീരത്തില്ല, 3 ഗ്ലാസ് മാറ്റണം, മാറ്റിയിട്ടാലേ പറ്റത്തുള്ളൂ. അപ്പൊ അത്രയും നഷ്ടം വരുത്തി വെച്ചിട്ട് ഈ വണ്ടിയുടെ ഒരു കാര്യങ്ങൾ അവിടെ ഇല്ല. അപ്പം വണ്ടി ഹൈമാക്സിൽ ഇടിച്ചാണ് വീണതെങ്കിലും കൃത്യമായിട്ട് അതിന്റെ എന്തെങ്കിലും ഒരു ചില്ലോ വണ്ടിയുടെ ഒരു പാർട്ടോ അത്രയും നല്ല ഇടി ഇടിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നിയത്. കാരണം ഈ ഹൈമാക്സ് ലൈറ്റിന്റെ ബോക്സ്, ആ സ്വിച്ചൊക്കെ വെച്ചിരിക്കുന്ന ബോക്സ് തെറിച്ച് എൻ്റെ കടയുടെ മുന്നിലുണ്ടായിരുന്നു. എൻ്റെ കടയുടെ സൈഡിലാണ് അതിരുന്നത്. ആ പോസ്റ്റ്, ചെറിയൊരു പോസ്റ്റ് കൊടുത്തൊരു കമ്പിയാണ്, ആ കമ്പി ചാഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹൈമാക്സ് ലൈറ്റിന്റെ ആ ബോക്സ് എൻ്റെ കടയുടെ നേരെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അതിനകത്തുള്ള ഒരു ഫ്യൂസ് ഉണ്ട്. ഞാനോ അപ്പുറത്തെ ചേട്ടനോ ഒക്കെയാണ് ആ ലൈറ്റ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ പീസ് എടുത്ത് കൊടുക്കും, എടുത്ത് കുത്തി വയ്ക്കും, തിരിച്ച് ഓഫ് ആക്കുമ്പോൾ
പീസ് ഇളക്കി മാറ്റുക. അത് അപ്പുറത്തെ ചേട്ടനാണ് അത് ചെയ്യുന്നത്. പക്ഷെ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഇല്ലാത്തപ്പോൾ ലൈറ്റ് ഇടാൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ 1-2 ദിവസം ഞാൻ ഇടും. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഫ്യൂസ് ഞങ്ങളുടെ 3 കടയുള്ളതിൽ 3-ാമത്തെ കടയുടെ നടയിലാണ് ആ ഫ്യൂസ് കിടന്നത്. അപ്പൊ അത്രയും ഇടിച്ചു എന്നുള്ളതിന് തെളിവാണ്. അപ്പൊ ഇടിച്ച് കടയിലേക്ക് വീണ് ഗ്ലാസ് എല്ലാം പൊട്ടി. ഈ വണ്ടി എൻ്റെ ആ കാൺക്രീറ്റിൽ സ്ക്രാച്ച് പതിഞ്ഞിട്ടുണ്ട്. അപ്പൊ പോലീസ് രാവിലെ ആൾക്കാരൊക്കെ കൂടെ എന്നെ വിളിച്ചുണർത്തി. ഞാൻ ഉറങ്ങുമായിരുന്നു. എന്നെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, നിന്റെ കടയിലെ ഗ്ലാസ് എല്ലാം ഇതൊക്കെ പൊട്ടിച്ചെതറി കിടക്കണം, ഒന്ന് ഓടി വായോ എന്ന് പറഞ്ഞു. ഞാൻ നിന്ന വേഷത്തിൽ ഒരു ഡ്രസ്സും എടുത്തിട്ട് കൊണ്ട് പല്ല് പോലും തേക്കാതെ ഞാൻ കടയിലെത്തിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി. കാരണം ഞാൻ ആർക്കും ഒരു നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുന്നതല്ലാതെ ഞാനൊരു രൂപ പോലും ആരെയും ഇന്ന് വരെ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാതെ ഒരാളിൻ്റെ ഒരു ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും ഞാൻ വാങ്ങാറില്ല. ഞാൻ ആരോടും എന്റെ ബുദ്ധിമുട്ടുകൾ പറയാറില്ല. ഒരുപാട് ബുദ്ധിമുട്ട് പണ്ടുണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ ആരെയും, എന്റെ നാട്ടുകാർക്ക് എന്നെ അറിയാവുന്നവർക്ക് അറിയാം, ഞാൻ ആരോടും ഒരു ആവശ്യത്തിന് ഞാൻ എനിക്ക് ഓർമ്മയിൽ അങ്ങനെ ഞാൻ പോയിട്ടില്ല. ഞാൻ പോകത്തില്ല. കഴിയുന്നതും ഞാൻ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ അനുഭവിക്കാൻ എനിക്കിഷ്ടമാണ്. ഞാനത് ആ രീതിയിൽ പോകുന്നതാണ്. പക്ഷെ ഇന്നലെ രാവിലെ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. എന്ത് കണ്ടപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ആരനാട് സ്റ്റേഷനിലെ പോലീസ് 2 പേര് വന്നു. ആരൊക്കെ പേരൊന്നും എനിക്കറിയില്ല, ആരാണ് വന്നതെന്നും എനിക്കറിയില്ല. ഒന്ന് സിവിൽ ഡ്രസ്സായിരുന്നു, ഒന്ന് കാക്കിയായിരുന്നു. അപ്പൊ 2 പേര് വന്ന് അവർ മാന്യമായിട്ട് എന്നോട് പെരുമാറി. അവരൊക്കെ നോക്കി എൻ്റെ അടുത്ത് പറഞ്ഞു, സ്റ്റേഷനിലോട്ട് വന്നാൽ മതി, എന്നൊരു പരാതി എഴുതി കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ മോളെയും മരുമോനെയും കൂടെ വിളിച്ചു. ഞങ്ങൾ 3 പേരുമായിട്ട് ആരാട് സ്റ്റേഷനിൽ പോയി ഞങ്ങൾ ഇതിനൊരു പരാതി കൊടുത്തു. അപ്പൊ എന്താണെന്ന് കേട്ടപ്പോ ഞാൻ പറഞ്ഞു, അത് വണ്ടി ഇങ്ങനെ ആരെങ്കിലും ലഹരിക്കടിമപ്പെട്ട് വന്നതായിരിക്കാം, അല്ലാതെ ആ റോഡിൽ നിന്ന് ഇപ്പുറം വരേണ്ട ഒരു കാര്യമില്ല. കാരണം റോഡും ഞങ്ങളെ കടയായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അത്രയും ഇതിന്റെ ഇടയ്ക്കൂടെ വരണ്ട. അത് മാത്രമല്ല, എന്റെ കടയുടെ ഈ ലെഫ്റ്റ് സൈഡില് അതായത് കട തിരിഞ്ഞു നിൽക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പോസ്റ്റും ഉണ്ട്. ഒരു ഹൈമാക്സ് ലൈറ്റിന്റെ ബോക്സ് വെച്ചിങ്ങനെ ഒരു ചെറിയ പോസ്റ്റ് പോലത്തെ ഒരു നീളമുള്ള കമ്പി, നല്ല ഉറപ്പിച്ചു വെച്ചിരുന്ന ഒരു കമ്പിയാണ്. ആ കമ്പിയുണ്ട്. അപ്പൊ ഈ ഹൈമാക്സ് ലൈറ്റ് അതിന്റെ ആ ബോക്സ് തള്ളിയിട്ടപ്പോ ആ ബോക്സ് കമ്പി കൊണ്ടുവന്ന് എന്റെ കടയിലോട്ട് ചാഞ്ഞ് നിൽപ്പുണ്ട്. പിന്നെ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിന്റെ ഈ കമ്പിയുടെ ഇടയിൽ കൂടെ വരണമെങ്കിൽ 2 വീലറിന് മാത്രമേ വരാൻ പറ്റൂ. അപ്പൊ ഒരു കാരണവശാലും 4 വീലറിലെ വരത്തില്ല, ഒരു ഓട്ടോ പോലും വരത്തില്ല. കാരണം അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളെ കടയിൽ നേരെ ഫ്രണ്ടിൽ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ ചായ കുടിക്കാൻ വരുന്നവർ എന്റെ കടയുടെ നടയിൽ വണ്ടിയെ കൊണ്ടിട്ടേക്കും. അപ്പൊ അവിടെ അപ്പുറത്ത് ഒരു അപ്പോൾസറി കടയുണ്ട്. അവിടെ വരുന്നവരും വണ്ടി ചിലപ്പോൾ കൊണ്ടിട്ടേക്കും. അപ്പൊ എന്റെ കടയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതെ വരുമ്പോ എന്റെ 2 വീലർ ഞാൻ ഇതുവഴിയാണ് ഇറക്കി കൊണ്ടുപോകണം. അപ്പൊ അതുവഴി ഇറക്കി പോയാലും ഒരു കാലി വലിയ പോസ്റ്റിന്റെ അവിടെ ഒരു സ്ക്വയറിൽ കെട്ടിയിട്ടുണ്ട് സിമന്റ്, അതിൽ കാലി ചവിട്ടി തട്ടാതെയാണ് ഞാൻ കൊണ്ടുപോകണം. അപ്പൊ ഒരു വണ്ടിക്ക് തട്ടം എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ആ സ്പേസ് ഉള്ളത്. അതിൽ കൂടെയാണ് ഈ വണ്ടി കടന്നു വന്നിരിക്കുന്നത്. അപ്പം ഈ വന്നയാളിന് ഈ പോസ്റ്റ് മാത്രമേ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ. ഈ ചെറിയ പോസ്റ്റും ഈ ഹൈമാക്സ് പെട്ടിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഈ വലിയ പോസ്റ്റില് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പം ചെറിയ ഈ ബോക്സിന്റെ കാര്യം വിട്ടു. അതാണ് ബോക്സിന്റെ അവിടെ ഇടിച്ചതും ഇളകി വിടുന്നതും. പക്ഷെ ഈ ഇടിച്ചതില് വണ്ടിക്കും ആളിനും കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടാവണം. തിങ്കളാഴ്ച രാത്രി 12 മണിക്കും 1 മണിക്കും ഇടയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. കാരണം ഞങ്ങളെ കടയുടെ നേരെ ബാക്കിൽ 2 വാടകക്കാരുണ്ട്. അവര് കൃത്യമായിട്ട് ഇതിന്റെ സൗണ്ട് കേട്ടായിരുന്നു. അപ്പൊ അതിലൊരു ചേട്ടൻ 12 മണിക്കാണ് ഉള്ളിലോട്ട് കയറി കിടന്നത്. അതുവരെ പുറത്തുണ്ടായിരുന്നു. കയറി കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സൗണ്ട്. പുള്ളി ഉറങ്ങാനുള്ള സമയം പോലും ആയിട്ടില്ലെന്നാണ് പറഞ്ഞത്. കണ്ണടഞ്ഞതേ ഉള്ളൂ. അപ്പോഴീ സൗണ്ട് കേട്ടപ്പോ ഇവര് വിചാരിച്ചു തൊട്ടപ്പുറത്തൊരു ബിൽഡിംഗ് പണിയുന്നുണ്ട്, അതിൽ ചല്ലി കൊണ്ട് തട്ടിയതാകാം എന്നാണ് ചേട്ടൻ വിചാരിച്ചത്. അപ്പൊ ഞാൻ ഇന്ന് താഴത്തെ വീട്ടിൽ ചോദിച്ചപ്പോ അവരും പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും പ്രായം ചെന്നവരാണ് താമസിക്കുന്നത്. അപ്പൊ അവര് ഭർത്താവ് ഉറങ്ങിക്കഴിഞ്ഞു, ഭാര്യ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അവര് പറഞ്ഞു 12 മണി കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടായത്. 1 മണിക്കും 12 മണിക്കും ഇടയിലാണ്. അപ്പൊ 1 മണിക്കും 12 മണിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്രയും വലിയ സൗണ്ട്, ഭയങ്കര സൗണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഈ ഗ്ലാസ് എല്ലാം കൂടെ പൊട്ടിച്ചെതറി വന്ന് വീണ സൗണ്ടാണ് കേട്ട. അപ്പൊ ഈ കേട്ടപ്പോ ഇവര് അത് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണെന്ന്. അപ്പൊ ഞാൻ 12 മണിക്ക് 1 മണിക്കിടെ ഞാൻ വെള്ളനാട് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് അന്വേഷിച്ചു ആരെങ്കിലും വന്നിട്ടുണ്ടോ. കാരണം ഇത്രയും ഇടി കിട്ടിയപ്പോ എന്തായാലും ഈ വണ്ടിയിൽ വന്ന ആളിന് നല്ല പരിക്കുണ്ടായിരിക്കാം, വണ്ടിക്കും സാരമായ പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. കാരണം വണ്ടി ഈ ഗ്രില്ലിൽ ഇടിച്ചിട്ടുണ്ട്, തറയിൽ വീണിട്ടുണ്ട്, അവിടെ സ്ക്രാച്ച് വീണിട്ടുണ്ട്, ഈ ഹൈമാക്സ് ലൈറ്റിൽ ഇടിച്ചിട്ടുണ്ട്. അപ്പൊ ഇടിച്ചെങ്കിൽ ആ ഹൈമാക്സ് ലൈറ്റിൽ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. കാരണം ലൈറ്റ് ഇങ്ങോട്ട് തെറിച്ചാണ് വീണത്. അതുപോലെ തന്നെ കമ്പിയും തെറിച്ചാണ് ഇങ്ങോട്ടാണ് വീണിട്ടുള്ളത്. അതുപോലെ ഇതിനകത്തുള്ള പീസ്
പോലീസും ഇങ്ങോട്ട് തെറിച്ച് മൂന്നാമത്തെ കടയുടെ ഫ്രണ്ടിലാണ് കിടക്കുന്നത്. അപ്പൊ അത്രയും നല്ല ഇടി ഇടിച്ചിട്ടുണ്ട്. അത്രയും നല്ല ഇടി ഇടിച്ച ഒരാളിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു തുള്ളി ബ്ലഡ് പോലും അവിടെ ഉണ്ടായിട്ടില്ല. പോലീസ് ഒന്ന് ചെക്ക് ചെയ്തു, ഞങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ആ വണ്ടിയിൽ ഒരു ചില്ല് പൊട്ടുകയോ ഒരു കാര്യം ആ തറയിൽ ഉണ്ടായിരുന്നില്ല. വണ്ടിയുടെ ഒരു കാര്യങ്ങളും ആ തറയിലെങ്ങും ഉണ്ടായില്ല. പോലീസ് ചെക്ക് ചെയ്തു, ഞങ്ങൾക്ക് അതെല്ലാം കൃത്യമായിട്ട് രാവിലെ വെളുപ്പിന് മുമ്പേ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത് ഉറപ്പാണ്. കാരണം അതിൽ നിന്ന് ചില്ലോ അല്ലെങ്കിൽ ആ ഗ്ലാസ് തന്നെ പൊട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഈ ക്ലൈമാക്സ് ലൈറ്റിൽ ഗ്ലാസ് വന്ന് അടിക്കും, ഉറപ്പായിട്ട് അടിക്കും. എന്റെ വണ്ടി കൊണ്ടിറങ്ങുമ്പോൾ തന്നെ ഗ്ലാസ് തട്ട്, ഞാൻ തട്ടാതെ കാലിപ്പുറത്ത് വെച്ചാണ് ഞാൻ പതുക്കെ ഇറക്കി കൊണ്ടുപോകണം. കാരണം ഈ നിവർത്തിയുടെ ആണെങ്കിൽ മാത്രമേ ഞാൻ അതിനെ കൊണ്ടുപോകുള്ളൂ, അല്ലാതെ അതിനെ പോകത്തില്ല. അപ്പം ആ വണ്ടിക്ക് കാര്യമായിട്ടുള്ള പരിക്കും പറ്റിയിട്ടുണ്ട്, ആ പുള്ളിക്കും കരുക്ക് പറ്റിയിട്ടുണ്ട്. 1 മണിക്ക് തിങ്കളാഴ്ച രാത്രിയിൽ 12 മണിക്കും 1 മണിക്കും ഇടയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് പറയണം എന്തെങ്കിലും ഒരു വിഷ്വൽ കിട്ടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ ഞാൻ കൊണ്ട് പരാതി കൊടുത്താണ്. ഈ നിമിഷം വരെ ഒരു പോലീസ് ഒന്ന് വിളിക്കുകയോ എന്റെ ഷോപ്പിൽ വരികയോ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു അന്വേഷണത്തിന് അവർ വന്നിട്ടില്ല. അവർ പറയുന്ന വിഷ്വൽ കൊണ്ട് കൊടുത്താൽ നോക്കാമെന്നാണ്. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇന്ന് പേപ്പറിൽ ഞങ്ങൾ കൊടുത്തതല്ല, അത് ആര് കൊടുത്തെന്നൊന്നും എനിക്കറിയില്ല. പേപ്പറിൽ മാതൃഭൂമിയിലും മനോരമയിലും വന്നിട്ടുണ്ട്. പിന്നെ നാട്ടുകാരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഒക്കെ അറിഞ്ഞിട്ട് ഒരു അന്വേഷണത്തിന് വന്നിട്ടില്ല. അത് പോയിട്ടെന്ന് പറഞ്ഞാല് ഇത് ഞാനിപ്പോ ഇടാൻ കാര്യം, ഈ ദയവ് ചെയ്ത് ഒരു സ്ത്രീയാണ് ഞാൻ. കാരണം 55 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, ഒരു വിധവയാണ് ഞാൻ. 27 വർഷം കൊണ്ട് വിധവയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും കാലം ഞാൻ ജീവിച്ചത് ഈ തയ്യൽ ജോലി കൊണ്ട് തന്നെയാണ്. എൻ്റെ കുട്ടികളെ വളർത്തിയതും അവരൊക്കെ മാരീഡാണ്, രണ്ടുപേരും, മോനും മാരീഡാണ്, മോളും മാരീഡാണ്. ഇത്രയും ഇതൊക്കെ ചെയ്തത് ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തിയിട്ട് തന്നെയാണ്. ദയവ് ചെയ്ത ഒരു അപേക്ഷയുണ്ട്, ഈ സമയത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിലോ, അതായത് വെള്ളനാടിനും നെടുമങ്ങാടിനും പേയാടിനും ആര്യനാടിനും ഇടയിലെ ആ ഹോസ്പിറ്റലിലായ പുള്ളി കയറാൻ ഏത് കാരണവശാലും സാധ്യതയുള്ളൂ. എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതൊന്ന് ഷെയർ ചെയ്യണം. ഇത് ഒന്ന് ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഒരു വ്യക്തി ഒരു ഹോസ്പിറ്റലിലോ ഒരു വർക്ക്ഷോപ്പിലോ എത്തിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ എൻ്റെ കട വെള്ളനാട് ഷോപ്പ് ഷോപ്പാണ്, ഈ വീഡിയോയ്ക്ക് കമന്റ് മറുപടി ആയിട്ട് ഇട്ടിരിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഇതും കണ്ടാ എനിക്ക് കണ്ടില്ലെന്ന് അടിച്ചു പോകുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ അതെല്ലാവർക്കും ഇല്ലെങ്കിൽ ഇതിലൊരു നെഗറ്റീവ് വരട്ടെ, അപ്പോഴും ഞാൻ അതിനെപ്പറ്റി മറുപടി പറയാം. പക്ഷെ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് ഞാനൊരു അപേക്ഷയാണ്. ഇത് ഇങ്ങനെ ഒരാള് ഈ വെള്ളനാട് നെടുമങ്ങാടിനുള്ളിലോ ആര്യനാട് ഹോസ്പിറ്റലിനുള്ളിലോ കാട്ടാക്കട ഹോസ്പിറ്റലിനുള്ളിലോ അല്ലെങ്കിൽ കാട്ടാക്കടയ്ക്കുള്ളിലോ പേയാടിനുള്ളിലോ ഏതെങ്കിലും ഹോസ്പിറ്റലിലും വർക്ക്ഷോപ്പിലും കാണേണ്ട ഒരു സാധ്യത ആ വണ്ടിക്ക് വന്നിട്ടുണ്ടാവണം, ഉറപ്പായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക, ഞങ്ങളെ അറിയിക്കുക. ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്. ഇത് നിങ്ങൾ ദയവായി പാലിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. കാരണം എന്ന് വെച്ചാല് നമ്മൾ ആരെയും ദ്രോഹിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ലഹരി ഉപയോഗിച്ചോ, ആർക്കും ഒരു നഷ്ടവും ഇല്ലാത്ത രീതിയിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ലഹരി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അത് മറ്റൊരാളിന് ദ്രോഹമാകരുത് ഒരിക്കലും. കാരണം നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് മറ്റൊരാളിനെ ദ്രോഹിച്ചുകൊണ്ടാവരുത്. അത് നമുക്ക് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചു പോകുമ്പോൾ നമ്മൾ അതിന് മറ്റൊരാൾ വന്നിട്ട് നമുക്കത് ദ്രോഹം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും. കാരണം ഒത്തിരിയും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആരെയും ദ്രോഹിക്കാതെ അവസാനം വരെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള കൂടുതലാണ് ഞാൻ. ഇന്നും എനിക്ക് വയ്യാതായിട്ട് ഞാൻ അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ ദയവ് ചെയ്ത് ഇതിനൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ എൻ്റെ ഷോപ്പില് നമ്മളെ വെള്ളനാട് വ്യാപാര വ്യവസായിയുടെ പ്രസിഡന്റ്, അതായത് സുകുമാരൻ നായർ, ഇന്നലെ രാവിലെ അല്ല, ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ കടയിലുണ്ടായിരുന്നു. അപ്പൊ രാവിലെ ഞാൻ അവിടെ ചെന്ന ഉടനെ ഞാൻ നമ്മളെ ഈ വ്യാപാര വ്യവസായത്തിലുള്ള മറ്റൊരു വ്യക്തിയാണ് ഞാൻ വിളിച്ചറിയിച്ചത്. പുള്ളി ഓടി വരികയും ചെയ്തു, എന്താന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് കേട്ട് പോലീസ് വന്നതായിട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ വന്നിട്ട് പോയതേ ഉള്ളൂ. അപ്പൊ അവിടെ നിന്ന് കുറെ നേരം സംസാരിച്ചിട്ട് പോയതാണ്. അപ്പൊ പിന്നെ ഒരാളെ അറിയിച്ചിട്ട് പിന്നെ ഓരോരുത്തരെയും വിളിച്ചറിയിക്കേണ്ട കാര്യമില്ല. അപ്പൊ വന്ന ഉടനെ പുള്ളി എന്നോട് ദേഷ്യപ്പെട്ടു, നീ ഇതുപോലുള്ള ഒരു ആവശ്യം വരുമ്പോ എന്നെ
അവരെയല്ലേ ആദ്യം വിളിച്ചറിയിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കമ്മിറ്റിയിലുള്ള ഒരാളെ ഞാൻ വിളിച്ചറിയിച്ചു. അപ്പൊ നമ്മൾ അപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ട് നോക്കണം, എല്ലാവരെയും വിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരവസ്ഥയല്ല. ഞാനാണെങ്കിൽ ആകെ പിടിച്ച് ടെൻഷൻ പിടിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പൊ എന്നോടൊരു ചോദ്യം ചോദിച്ചു, നീ ആർക്കെങ്കിലും പിരിവ് വന്ന് ചോദിച്ചപ്പം കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പിരിവുകാരോട് ദേഷ്യപ്പെടുകയോ അവരോട് ഓടക്കുകയോ വല്ലതും ചെയ്തോന്ന്? അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം അപ്പോഴും എന്റെ മാനസികാവസ്ഥ ശരിയല്ലായിരുന്നു. കാരണം ഞാൻ ആരുടെ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്ന സമയമാണ്. നമ്മൾ ചിലപ്പോൾ പിരിവ് വന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറയാൻ, ചിലപ്പോൾ പിരിവ് കൊടുക്കാൻ നമുക്ക് പറ്റില്ലായിരിക്കാം. കാരണം ഞാനൊക്കെ പിരിവ്, എൻ്റെ എന്നൊക്കെ പിരിവ്, എന്നെ പോലെയുള്ള സ്ത്രീകളിൽ നിന്ന് പിരിവ് വാങ്ങുന്നത് തന്നെ തെറ്റാണ്. കാരണം ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ അവരാരും തരാതെ ഞങ്ങൾ സ്വന്തം അധ്വാനം കൊണ്ട് ഞങ്ങളൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതാണ്. കാരണം നമ്മൾ അധ്വാനിച്ച് നമ്മളെയൊക്കെ അറിയാലോ, ഇത്രയും പ്രായം ചെന്ന ഒരു സ്ത്രീകളൊക്കെ രാവിലെ 10 മണി തൊട്ട് 7 മണി വരെ ഒരേ കണക്ക് ഇരുന്ന് നട്ടലൊക്കെ വളയാതെ ഇരുന്ന് ചെയ്യുന്ന ഒരു ജോലിയാണ് ഞങ്ങളുടെ ജോലി. അപ്പൊ അതൊക്കെ ചെയ്ത് ഞങ്ങളെ കുടുംബം നോറ്റുമ്പോ അതിൽ നിന്ന് കൈയിട്ട് വാരാൻ വരുന്നത് എന്നെ വളരെ തെറ്റാണ്. ഉണ്ടെങ്കിൽ ഉത്സവ പിരിവിന് വന്ന ആ അന്നദാനത്തിന് 1000 രൂപ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു 500 രൂപയല്ലേ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്, എന്തുകൊണ്ടാ ഈ പ്രാവശ്യം 1000 ആയെന്ന് ചോദിച്ചത് അവരുടെ അടുത്താണ്. പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അത് എന്ത് അർത്ഥത്തിലാണ് ചോദിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ അഥവാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വന്നിരിക്കട്ടെ, അപ്പൊ അവര് തിരിച്ച് അവര് ഉദ്ദേശിച്ചത് ചിലപ്പം കട അങ്ങനെയുള്ളവർ അടിച്ചു പൊട്ടിച്ചതായിരിക്കാം എന്നാണ്. പക്ഷെ ഒരിക്കലും അല്ല, അത് ആരും മനഃപൂർവ്വം ചെയ്തല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആ വീഴ്ചയുടെ ആഘാതത്തിൽ എനിക്കറിയാം. പക്ഷെ ആ ഒളിച്ചോടിയതാണ് തെറ്റ്. കാരണം നമ്മളെ പാവങ്ങളെ പള്ളയിലടിച്ചിട്ട് ഒളിച്ചോടിയത് കൊണ്ടുള്ള തെറ്റാണ്. പക്ഷെ അങ്ങനെ ഒരാളെ അടിച്ചു പൊട്ടിച്ചതൊന്നും ആയിരിക്കത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ എനിക്കറിയില്ല, അത് ദൈവം തമ്പുരാനെ അറിയും. അപ്പൊ അത് അങ്ങനെ ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ തോന്നിയത്, അങ്ങനെ ചോദിക്കണമെങ്കിൽ അതൊരു ശരിയായ ഒരാളും ചോദിക്കത്തില്ല. കാരണം നീ പിരിവ് കൊടുത്തില്ലേ, ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ പിരിവിന് വന്നവരോട്? അപ്പൊ അതിന്റെ അർത്ഥം പിരിവ് നമ്മൾ ഉറപ്പായിട്ട് കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ നിന്നെ നാളെ ഇതുപോലെ കട അടിച്ച് പൊട്ടിക്കും എന്നുള്ളൊരു മീനിങ് ആണ് എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയത്. പിന്നെ ഇത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ ഭവിഷ്യത്ത് നാളെ എന്ത് വരുമെന്നും എനിക്കറിയത്തില്ല. ഭയങ്കര വിഷമം ഉണ്ടാക്കി. ഞാനിതൊന്ന് 2-3 പേരോട് പറയുകയും ചെയ്തു. കാരണം അങ്ങനെ ഒരാൾ പിരിവ് തന്നില്ല എങ്കിൽ കിട്ടുന്നെങ്കിൽ വാങ്ങുക, അല്ലെങ്കിൽ തരാൻ കഴിവുള്ളവർ തരും, അല്ലെങ്കിൽ തരുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഞാനന്ന് ഇതുപോലെ ചോദിച്ചുള്ളൂ. 500 രൂപ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് ഇപ്പൊ 1000 രൂപയായി, എന്തെന്ന് ചോദിച്ചു. അത് ന്യായമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ വർഷം 500, അടുത്ത വർഷം 1000, അപ്പൊ അതിന്റെ അടുത്ത വർഷം 2000 ആവത്തില്ലേ? അപ്പൊ പാവങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ ഇതുപോലെ 4 കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ. അവർക്ക് ചെലവുകളില്ലേ? അവർക്ക് ചെലവില്ലേ? അവർക്ക് ബാധ്യതകളില്ലേ? അത് തീർക്കണ്ടേ? അപ്പൊ നമ്മളൊരു സംഘടനയിൽ അംഗമാവുന്നെന്ന് പറയുമ്പോൾ നമുക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ്. ഈ നിമിഷം വരെ വ്യാപാര വ്യവസായിയിൽ നിന്ന് എനിക്ക് യാതൊരു സഹായവും ഉണ്ടായിട്ടില്ല. അവർ വന്ന് നോക്കിയിട്ട് പോയി, അത് നാട്ടുകാരും വന്ന് നോക്കിയിട്ട് പോയി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. ദയവ് ചെയ്ത് ഇതിന്റെ ഭവിഷ്യത്ത് നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോവാണ്. എന്നെ സഹായിക്കാൻ വേറെ ഒരു സഹായം എനിക്ക് ചെയ്യണ്ട. ഈ വ്യക്തി, ഈ വണ്ടിയോ ഈ ആളോ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആരെങ്കിലും ക്യാമറയിൽ 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള ഈ സംഭവം നടന്നത് കണ്ടിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വഴിയെ പോയി ആരെങ്കിലും ഈ സംഭവം കണ്ടിട്ടുണ്ടെങ്കിലോ എൻ്റെ ഈ വീഡിയോ കാണുവാണെങ്കിൽ ദയവായി ഞങ്ങളെ അറിയിക്കണമെന്നൊരു അപേക്ഷയുണ്ട്. ഞാൻ നിർത്തുന്നു. ഇതിനോടൊപ്പം എൻ്റെ കടയിലെ വിഷ്വലും ഞാൻ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. ഓക്കെ, ബൈ, നന്ദി. ചാനലിനായി നല്ലൊരു വീഡിയോ എടുത്തിട്ട് ചാനലിന് അയച്ചു കൊടുത്താൽ